ഹലോ മക്കളെ, എല്ലാവർക്കും +1 ഫിസിക്സിലെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി ഇതിൻ്റെ ബേസിസിൽ നിന്ന് പരീക്ഷയിൽ വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും റെഡി ആയിക്കോളും. ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പരീക്ഷയിൽ ആ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ജേണിക്ക് തുടക്കം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഓരോരോ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മറന്നു പോകരുത്, ഇതുപോലെ +1 ഫിസിക്സ് അല്ല, എല്ലാ സബ്ജക്റ്റിലും, ഓക്കെ, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മറ്റേ നിങ്ങളുടെ ലാംഗ്വേജസ്, എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ +1 ചാനൽ ഉണ്ടാവുന്നതായിരിക്കും. അത് ഈ വീഡിയോസ് രൂപത്തിലും അതുപോലെ ലൈവുകളുടെ രൂപത്തിലും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ ബെല്ലൈക്കൺ ഓളും കൂടെ എനേബിൾ ആക്കി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾ മറന്നുപോയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഒരു ചോദ്യം തന്നെ ചെയ്യാം. ആ ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കി എടുക്കാം. ചോദ്യം വളരെ സിമ്പിൾ ആണ്. അർച്ചന മിസ് ഗോസ് ഫ്രം ഹോം ടു ബ്യൂട്ടി സലൂൺ ടു ഓഫീസ് ഇൻ 2 seconds. വീട്ടിൽ നിന്ന് തുടങ്ങി ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്, മേക്കപ്പ് ഒക്കെ കിട്ടും നല്ല സുന്ദരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് 5 മീറ്റർ, ഓഫീസിലേക്ക് 3 മീറ്റർ. അപ്പോൾ ഇതാണ് അർച്ചന മിസ്സിന്റെ ജേണി. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ്? മിസ്സിന്റെ ആവറേജ് സ്പീഡ് എത്രയാണ്? മക്കളെ, ഈ ആവറേജ് സ്പീഡ് എന്ന് കണ്ടാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ ഇക്വേഷൻ ആണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ പിടിച്ചോളൂ മക്കളെ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? മിസ് സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ടോട്ടൽ സമയം, ടോട്ടൽ ടൈം. പറ, വേഗം ചെയ്ത. ഇനി സിമ്പിൾ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? മിസ് എത്ര ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇതിന്റെ കംപ്ലീറ്റ് പരിപാടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താണ്. അത് ഈ ചാനലിൽ തന്നെ ഉണ്ട്. അത് കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇവിടെ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെയാണോ ശരിക്കും സഞ്ചരിച്ചത് ആ പാതയുടെ ലെങ്ത്, ആ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. 5 മീറ്റർ അങ്ങോട്ട് പോയി, 3 മീറ്റർ ഇങ്ങോട്ട് പോയി, ഇങ്ങനെയല്ലേ ശരിക്കും സഞ്ചരിച്ചത്. അപ്പൊ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ്? 5 + 3 8 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. എത്ര സമയത്തിലാണ് സംഭവിച്ചത്? 2 സെക്കൻഡ് സമയത്തിലാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ 8/2 = 4 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ടൈം സെക്കൻഡ്സിലാണ്. സോ 4 മീറ്റർ/സെക്കൻഡ് ആണ് മിസ്സിന്റെ ആവറേജ് സ്പീഡ് എന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പറയാൻ സാധിക്കും. സോ ആവറേജ് സ്പീഡ് സിംപ്ലി 4 മീറ്റർ/സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ സമയം എടുക്കാം, ആകെ അകലം ബൈ ആകെ സമയം എടുക്കാം. ഓക്കെ, റെഡി? ബുദ്ധിമുട്ടില്ല. ബി പാർട്ട് ചോദിച്ചിരിക്കുന്ന ആവറേജ് വെലോസിറ്റി ആണ്. മക്കളെ, ആവറേജ് വെലോസിറ്റി, പ്രവേഗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർമ്മ വരേണ്ട ഫോർമുല ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് മുകളിൽ എടുക്കേണ്ടത്. ഞാൻ ഫുൾ എഴുതുന്നില്ല, അല്ലെങ്കിൽ മിസ്സിന്റെ തല നമുക്ക് മുറിക്കേണ്ടി വരും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാർത്ഥം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടൈം വ്യത്യാസമൊന്നുമില്ല, മുകളിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നുള്ളൂ. മക്കളെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇവിടുന്നാണ് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻഡിങ് പോയിന്റ്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അഥവാ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്, ഏറ്റവും ചെറിയ, ഏറ്റവും അകലം കുറഞ്ഞ വരെയാണ്. അത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 6 മീറ്റർ ആണ്. എങ്ങനെ മിസ് പോയി നോക്കേണ്ട ആവശ്യമില്ല. 5 മീറ്റർ അങ്ങോട്ട് 3 മീറ്റർ ഇങ്ങോട്ടാണ് മിസ് പോയത്. ഡിസ്പ്ലേസ്മെന്റ് ആവുമെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് അവിടേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്, അത് 6 മീറ്റർ ആണെങ്കിൽ 6 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. 6 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ്. സമയം സെയിം ആയിരിക്കും, 2 സെക്കൻഡ് ആയിരിക്കും. സോ 3 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും മക്കളെ നമ്മുടെ എന്ത് വരാൻ പോകുന്നത്? ആവറേജ് വെലോസിറ്റി വരാൻ പോകുന്നത്. സോ ആവറേജ് വെലോസിറ്റി ചോദിച്ചാൽ ഒന്നും ആലോചിക്കണ്ട, നേരെ എഴുതി വെക്കുക. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം = 6/2, 3 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. കേട്ടോ, അപ്പൊ നോക്കിക്കേ, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയിലും വ്യത്യാസം വന്നു. അപ്പൊ ഈ ഒരു വ്യത്യാസം മിക്ക സമയത്തും ഉണ്ടാവുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് 2 ചോദ്യങ്ങളോട് ചെയ്തിട്ട്, 2 വളരെ അടിപൊളി ചോദ്യങ്ങളോട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം പിടിച്ചോളൂ മക്കളെ. എ കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് 10 kilometers on a straight road in 2 hours and then returns to the starting point in 3 hours. Its average velocity and average speed ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സംഭവം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വരെ പോയി. എത്ര കിലോമീറ്റർ പോയി? 10 കിലോമീറ്റർ പോയി, 2 മണിക്കൂറിൽ പോയി. 10 കിലോമീറ്റർ 2 മണിക്കൂറിൽ പോയി. അവിടെ നിന്ന് കാർ തിരിച്ചു വന്നു. അപ്പൊ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചെത്ര ഉണ്ടാവും? 10 കിലോമീറ്റർ വന്നു, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അതിന് 3 മണിക്കൂർ എടുത്തു കാറിന്. അങ്ങോട്ട് 10 മണിക്കൂർ 2 മണിക്കൂറിലെത്തി, 10 കിലോമീറ്റർ 2 മണിക്കൂറിലെത്തി. തിരിച്ച് 10 മണിക്കൂർ 10 കിലോമീറ്റർ 3 മണിക്കൂറിലെത്തി. സമയം കൂടുതൽ എടുത്തു.
ഓക്കെ, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചാലോ നമുക്ക്. ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താണ് മക്കളെ? ആവറേജ് സ്പീഡിന്റെ ഫോർമുല ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഫുൾ എഴുതേണ്ട ആവശ്യമില്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 10 അങ്ങോട്ട് 10 ഇങ്ങോട്ട്. മൊത്തം ജേണിയാണ് നോക്കുന്നത് കേട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിയ ജേണിയാണ് നോക്കുന്നത്. അങ്ങോട്ട് 10 ഇങ്ങോട്ട് 10. ഡിസ്റ്റൻസ് ടോട്ടൽ എത്രയാണ്? 20 കിലോമീറ്റർ ആണുള്ളത്. കിലോമീറ്ററിന് അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ടോട്ടൽ ടൈം എത്രയാണ്? 2 മണിക്കൂർ അങ്ങോട്ട് 3 മണിക്കൂർ ഇങ്ങോട്ട്. 2 + 3 5 മണിക്കൂറാണുള്ളത്. 20/5 എന്ന് പറഞ്ഞാൽ 4 വരും. 4 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും വരാൻ പോകുന്നത് ആവറേജ് സ്പീഡ്. ഈ കിലോമീറ്റർ പെർ അവറിനെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലേക്ക് എപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ല. അത് ആവശ്യമുള്ളപ്പോൾ മാത്രം മാറ്റിയാൽ മതി. അപ്പം 4 കിലോമീറ്റർ പെർ അവർ ആണ് ഇദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ്. ബുദ്ധിമുട്ടിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ആവറേജ് വെലോസിറ്റി എത്രയാണെന്നാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മുകളിൽ എന്താ വരേണ്ടത്? താഴെ ടൈമാണ് വരേണ്ടത്. മുകളിൽ വരുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇയാളുടെ? എടോ, ഇയാളുടെ ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്. ഇയാളുടെ ഫൈനൽ പോയിന്റോ അതും അവിടെ തന്നെയല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ സ്ഥലത്ത് തന്നെയാകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. കാരണം ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിലേക്ക് ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ്. രണ്ടും ഒരേ സ്ഥലത്താണ്. ഷോർട്ടസ്റ്റ് ലെങ്ത് ആയിരിക്കും 0 ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. സമയം എത്രയാണ്? 5 മണിക്കൂർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? 0 എന്ത് നമ്പറും 0 തന്നെയാണ്. സോ ആൻസർ വിൽ ബി സിംപ്ലി 0. കഴിഞ്ഞു. സോ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആയി കിട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ, എത്ര സമയം എടുത്താലും തിരിച്ചെത്തുകയാണെങ്കിൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ദി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0. അതായത് ടോട്ടൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ ആവറേജ് വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പോകണം. ഇതേപോലത്തെ ഒരു ചോദ്യമാണ്. 3 മാർക്കിന് 2022 ക്രിസ്മസ് പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. ചോദ്യം വായിച്ചു നോക്കുക. വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ? ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിലിടുക. വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ പരീക്ഷ ചോദിച്ച ചോദ്യം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിലിടുക. ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് 100% സെറ്റ് ആവും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ചോദ്യം കൂടി ചെയ്യണം. അതിന്റെ ആൻസർ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ലൈവ് ക്ലാസ്സിലൂടെയും വീഡിയോസിലൂടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ +1 കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അത് ഏത് ടോപ്പിക്കിനാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക ടോപ്പിക് മനസ്സിലുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.